വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടം ഓടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം പ്രാപിച്ചാൽ നമ്മിൽ നിന്നുകൊണ്ട് ദൈവം ചില അത്ഭുതങ്ങളെല്ലാം ചെയ്യും. സ്വർഗത്തിലെ തീ ഭൂമിയിലേക്ക് ഇറങ്ങുവാൻ നമ്മെ കർത്താവ് ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്കപ്പോൾ വീണ്ടും വായിക്കാം സങ്കീർത്തനം 105 സങ്കീർത്തനം 16 വാക്യം മുതൽ. അവൻ ദേശത്ത് ഒരു ക്ഷാമം വരുത്തി അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. അവർക്ക് മുമ്പായി അവൻ ഒരാളെ അയച്ചു. യോസേഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയാൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു. ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മകനായ യോസേഫിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യൗസേപ്പിന് ശോധന വന്നു എന്ന്. ശോധന വരികയും ചെയ്യുവോളം അവൻ ഇരുമ്പ് ചങ്ങലിൽ കുടുങ്ങിയെന്ന്. അവൻ ജയിലിൽ കിടക്കേണ്ടി വന്നു എന്ന്. യൗസേപ്പിന് ശോധന വന്നു. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം ദൈവത്തിൻ്റെ അരുളപ്പാടിനാൽ യൗസേപ്പിന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവർ അവൻ്റെ കാലുകളെ ബന്ധിച്ചു. അവൻ ഇരുമ്പ് ചങ്ങലയാൽ കുടുങ്ങുകയും അവൻ ചെയ്തു. ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങി. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ചില യാതനകൾ വരുമ്പോൾ നാം നിരാശപ്പെടരുത്. ഒരു കാരണവശാലും നാം തളരരുത്. ചില പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം. എത്രയോ പേരാണ് ദുരിതം അനുഭവിക്കുന്നത്. എന്ത് വലിയ കഷ്ടപ്പാടിൽ കൂടിയാണ് ഓരോ മനുഷ്യനും കടന്നു പോകുന്നത്. നാം ആരും സാധാരണ ചിന്തിക്കുന്നതായ യാതനകളും വേദനകളും മാത്രമല്ല കേട്ടോ. ചിന്തിച്ചാൽ അറുതിയില്ല. ഇന്ന് അല്പമെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ മാത്രം. ഇന്ന് മനസ്സമാധാനത്തോടെ കഞ്ഞി കുടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ. ഇന്ന് മേശപ്പുറത്ത് വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ. പലപ്പോഴും ഊണുമേശയിലാണ് വഴക്ക് തുടങ്ങുന്നത്. പിന്നെ വാഗ്വാദം കൂടുന്നു. ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നു. ഇന്ന് നമുക്ക് സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കൃപയാണ്. ഇന്ന് പരസ്പര സ്നേഹത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുന്നെങ്കിൽ അതൊരു കൃപയാണ്. ദൈവകൃപ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്തൊരതിശയം ഇല്ലേ ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹം നമ്മളെ തഴുകിക്കൊണ്ടിരിക്കുന്നു.
ആ കൃപ നമ്മെ തലോടിക്കൊണ്ടിരിക്കുന്നു. ആ കൃപയുടെ കാര്യം നമ്മിൽ നിന്ന് മാറാതെ കർത്താവ് നമ്മുടെ മേൽ ആ കാര്യം വെച്ച് നമ്മെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യൗസേപ്പിൻ്റെ ജീവിതം ശോധനകളുടെ മേൽ ശോധനകൾ വന്ന ജീവിതമായിരുന്നു. എന്തുമാത്രം ദുരിതങ്ങൾ വന്നു. ഒരു കാരണവശാലും യൗസേപ്പ് ഒരു തെറ്റ് ചെയ്തിട്ടല്ല അത് വന്നത്. സ്വന്തം സഹോദരന്മാർ യൗസേപ്പിനെ പകച്ചു. സ്വന്തം സഹോദരന്മാർ യൗസേപ്പിനോട് അസൂയപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്വന്തം അമ്മയുടെ മക്കളായ സഹോദരന്മാർ എതിരാളികളായി തീരുന്ന അനേകം ദൈവമക്കളുണ്ട്. നിങ്ങൾ പതറരുത്. അത് ശുദ്ധീകരണത്തിന് വേണ്ടി നീ ഒരുക്കിയിരിക്കുന്ന ഒരു വഴിയാണ്. പലരും നിങ്ങൾക്ക് ശത്രുക്കളായി തീർന്നു വരാം. നിങ്ങൾ തളരരുത്. നിങ്ങൾക്ക് നന്മയ്ക്കാക്കി കർത്താവ് മാറ്റിത്തരും. മുറുകെ പിടിച്ചുകൊള്ളൂ കർത്താവിനെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് ഞാൻ അറിയുന്നു. നന്മയ്ക്കായിട്ടല്ല വരുന്നത്. അപകടം വരുന്ന നന്മയ്ക്കായിട്ടല്ല, ആപത്ത് വരുന്ന നന്മയ്ക്കായിട്ടല്ല, മറ്റുള്ള ശത്രുക്കളായി തീരുന്ന നന്മയ്ക്കായിട്ടല്ല, സ്നേഹിതർ പോലും എതിരാളികളായി മാറുന്ന നന്മയ്ക്കായിട്ടല്ല. പക്ഷേ അത് നന്മയ്ക്കാക്കി മാറ്റാൻ ക്രിസ്തുവിന് കഴിയും. ഒരു വ്യവസ്ഥയുണ്ട്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിനായിരിക്കണം. ഞാൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനായിരിക്കണം. ദൈവനിർണയപ്രകാരം ഞാൻ വിളിക്കപ്പെട്ടവനാണ്, സംശയമില്ല. പക്ഷേ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിനായിരിക്കണം. ഞാൻ വിളിക്കപ്പെട്ടവനായിരിക്കുക എന്നുള്ള ആ വ്യവസ്ഥ ദൈവം പാലിക്കുന്നുണ്ട്. ദൈവം എന്നെ വിളിച്ചു. എന്നാൽ ഞാൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണെങ്കിലും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതല്ലെങ്കിൽ എനിക്ക് സംഭവിക്കുന്നതൊന്നും നന്മയ്ക്കാക്കി ദൈവത്തിന് മാറ്റാൻ കഴിയുകയില്ല. മറക്കരുതേ, ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ നമുക്ക് വരുന്നതായ തിന്മകളൊക്കെയും അതിൻ്റെ പിന്നിലൊരു നന്മയുണ്ടാകും. കർത്താവ് നമുക്ക് നന്മ തരാൻ കർത്താവിൻ്റെ കരം പ്രവർത്തിച്ചു തുടങ്ങും. വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. രോഗം വന്നാൽ നന്മയ്ക്കാക്കി മാറ്റും. പൈസയ്ക്ക് ഞെരുക്കം വന്നാൽ നന്മയ്ക്കാക്കി മാറ്റും. പൈസയ്ക്ക് ഞെരുക്കമുള്ളവർ ആത്മഹത്യ ചെയ്യാനൊക്കെ തുടങ്ങുന്ന ആളുകളുണ്ട്. വിഡ്ഢിത്തമാണ്. ഒരിക്കലും ചെയ്യരുത്. പോഷത്വമാണ്. ജീവിതം അങ്ങ് അവസാനിപ്പിക്കുന്നു. ആരറിഞ്ഞു നാളെ ഒരു ദിവസം എല്ലാ പ്രശ്നവും മാറി സന്തോഷമായിട്ട് കഴിയുന്നൊരു കാലം വരുമെന്ന്. എല്ലാ കടവും മാറി നല്ല സന്തോഷമായി, ഐക്യമായി, സ്നേഹമായി ജീവിക്കാനുള്ള ഐശ്വര്യപൂർണ്ണമായ ഭാവി കിട്ടുമെന്ന് ആരറിഞ്ഞു? വരാമല്ലോ. അതുകൊണ്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്തു പോകരുത്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. എത്ര കൊടിയ യാതന വന്നാലും ശരി, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടും. നരകത്തിൻ്റെ ഭീകര യാതനയിലേക്ക് പോകും. ഇവിടെയുള്ള യാതന ഒഴിവാക്കാനാണ് ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാൾ എത്രയോ ഭയാനകമായ യാതനയാണ് വരാൻ പോകുന്നത്. ഭയാനകമായ യാതന. ഒരുപക്ഷെ നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന ആരും ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിക്കാനിടയില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നിരാശയുടെ അടിത്തട്ടിലേക്ക് ആണ്ടാണ്ട് പോയവർ അനേകരുണ്ട്. നിരാശയിൽ മുഴുകിപ്പോയവർ, നിരാശയിൽ തകർന്നു പോയവർ, നിരാശയിൽ നിന്ന് കരേറ്റം കിട്ടാതെ വലഞ്ഞു പോയവർ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നാം അറിയുന്നു. അപ്പോസ്തലൻ പറഞ്ഞു. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യൗസേപ്പിൻ്റെ ജീവിതത്തിൽ സ്വന്തം സഹോദരന്മാരെ എതിർത്തു. കാരണം യൗസേപ്പിനൊരു ശോഭനമായ ഭാവി ഉണ്ട് എന്ന് അവർ ഗ്രഹിച്ചു. യൗസേപ്പിന് കിട്ടിയ സ്വപ്നം അവൻ വിവരിച്ചപ്പോൾ അവർക്ക് തോന്നി ഇവൻ ഉയരും, ഇവൻ വളരും, ഇവൻ ഉന്നതനായി തീരും എന്നവർക്ക് തോന്നിപ്പോയി. അസൂയ. സ്വന്തം സഹോദരങ്ങളല്ലേ, ഒരു വീട്ടിൽ വസിക്കുന്നവരല്ലേ, ഒരപ്പൻ്റെ മക്കളല്ലേ, പക്ഷേ അസൂയ. ദൈവത്തിന് സ്തോത്രം. കൂടെ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ ചെറുപ്പക്കാരെ പിള്ളേരിക്കുന്നുണ്ടല്ലോ. മക്കളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചേട്ടനോ അല്ലെങ്കിൽ അനിയനോ അല്ലെങ്കിൽ ചേച്ചിക്കോ അനിയത്തിക്കോ ആർക്കെങ്കിലും കുറച്ചുകൂടി കുറച്ചുകൂടി ഭേദപ്പെട്ട ബുദ്ധിയുണ്ട് എന്ന് കണ്ടാൽ നിങ്ങൾ തളരരുത്.
നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ കാര്യം ചെയ്യണം, അതിനേക്കാൾ കവിഞ്ഞ നിലയിലേക്ക് എന്നെ വളർത്താൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കണം. അതിനേക്കാൾ കവിഞ്ഞ ഒരു നിലവാരത്തിലേക്ക് എന്നെ ഉയർത്താൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. എന്നിട്ട് പ്രാർത്ഥിക്കണം. സത്യം, നിങ്ങൾക്ക് ഇത് അനുഭവമായി തീരും. ആരെല്ലാം അസൂയപ്പെട്ടാലും നമ്മളെ തളർത്താൻ സാധിക്കില്ല. പിശാച് നമ്മെ തകർക്കാൻ വരും, പല്ലിൽ കൂടെയും അസൂയയിൽ കൂടെയൊക്കെ വരും. പക്ഷേ നമ്മളെ തൊടാൻ സാധിക്കുകയില്ല. കാരണം നാം ക്രിസ്തുവിൻ്റെ കരങ്ങളിലായിരിക്കും. യൗസേപ്പിന് കിട്ടിയ ഗുണം, ഈ ദുരിതങ്ങൾ വന്നപ്പോഴും സഹോദരന്മാർ എതിരാളികളായി മാറിയപ്പോഴും അവർ അസൂയപ്പെട്ടപ്പോഴും ഒന്നും യൗസേപ്പിന് അവരുടെ നീരസം വന്നില്ല. അവർ യൗസേപ്പിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. അപ്പന് യൗസേപ്പിനോട് കൂടുതൽ ഇഷ്ടമുണ്ടെന്ന് തോന്നി. അവർക്ക് അതും ഇഷ്ടപ്പെട്ടില്ല. അവർ യൗസേപ്പിനെ തള്ളിയിട്ടു. പൊട്ടക്കിണറ്റിൽ ശരീരമാസകലം കീറി പോറലേറ്റ് പാവം ചോര പൊടിഞ്ഞ് അവിടെ ആ അഴുക്കിൽ കിടക്കുമ്പോൾ ഒരണു പോലും സഹോദരന്മാരുടെ നീരസം വന്നില്ല. എന്തൊരു ഭാഗ്യം അല്ലേ, എന്തൊരു ഭാഗ്യം! ഇവരെന്തിനെന്നെ ഇങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യം വന്നില്ല. കാരണം യൗസേപ്പിൻ്റെ ജീവിതത്തിൽ യൗസേപ്പിന് അറിയാമായിരുന്നു, എനിക്ക് എൻ്റെ ദൈവം ഒരു നല്ല ഭാവി കരുതിയിട്ടുണ്ട്. ഈ പൊട്ടക്കിണറ്റിൽ കിടന്ന് തീരേണ്ടതല്ല എൻ്റെ ജീവിതം, എനിക്കൊരു ഭാവിയുണ്ട്. സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ വളരെ എളിമയോടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. നിങ്ങൾ തളരല്ലേ, നിങ്ങൾ വാടിപ്പോവല്ലേ, നിങ്ങളുടെ മുഖം മ്ലാനമാകല്ലേ, നിങ്ങൾ വിഷാദമുക്തരായിരിക്കല്ലേ. ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങളെ ഉയർത്താൻ ക്രിസ്തു ഉണ്ട്, വിശ്വസിക്കൂ. നിങ്ങളെ ഉയർത്താൻ, നിങ്ങളെ ഉദ്ധരിക്കാൻ ക്രിസ്തു ഉണ്ട്, നിങ്ങൾ വിശ്വസിക്കൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമോ ഇതെല്ലാം ഒരു വിശ്വസിപ്പിക്കാൻ പറയുന്ന വൃഥാ വാക്കുകളാണ് നിങ്ങൾക്ക് തോന്നുമോ? അല്ല പ്രിയരെ, അല്ല. സ്തോത്രം. ഞാനിതെല്ലാം പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ പിൻബലത്തിലാണ്. ഇതെല്ലാം പറയുമ്പോൾ ഞാൻ ദൈവത്തെ തിരിഞ്ഞ് സ്തുതിക്കുകയാണ്. എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് ഞാനിതെല്ലാം മനസ്സിലാക്കുന്നത്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. 30,000 കുട്ടികളുള്ള ഒരു കോളേജ്, ആ കോളേജിൻ്റെ പ്രിൻസിപ്പലായി ഞാൻ ഇരിക്കുന്നു. എന്നെ മറിച്ചിടാൻ പലരും നോക്കി, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകർ പലരും നോക്കി, ഒരു കുറ്റം കണ്ടെത്താൻ പലരും ശ്രമിച്ചു, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് മറിച്ചിടാൻ ശ്രമിച്ചു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ വിദ്യാർത്ഥികൾ മുഴുവൻ എനിക്ക് അനുകൂലമായിരുന്നു. സ്തോത്രം. ഓഫീസ് സ്റ്റാഫ് മുഴുവൻ എനിക്ക് അനുകൂലമായിരുന്നു. എല്ലാം അങ്ങനെയായി തീർന്നു. അങ്ങനെ ദൈവമാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഞാൻ കോളേജിൽ പ്രിൻസിപ്പലായി ചാർജ് എടുത്ത ആദ്യ ദിവസം തുടങ്ങി പ്രാർത്ഥനയുടെ ഒരു ബെല്ല്. ആദ്യ ദിവസം ആ ബെല്ലടിക്കുമ്പോൾ ആ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അല്ല, മുറ്റത്ത് കൂടി നടന്നു വരുന്നവരാണെങ്കിൽ അവിടെ തന്നെ നിൽക്കണം. കാറിലോ ബൈക്കിലോ വരുന്നവർ അവിടെ തന്നെ നിൽക്കണം. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ബെല്ലടിക്കുമ്പോൾ മാത്രമേ പിന്നെ അനങ്ങാവൂ. അങ്ങനെ ഞാൻ വ്യക്തമായൊരു നിയമം കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ അത്ഭുത കൃപയാൽ എല്ലാം ഭംഗിയായി നടന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനിതെല്ലാം പറയുമ്പോൾ എൻ്റെ കർത്താവിനുള്ള നന്ദി കൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ഞാൻ ഏതാണ്ട് വന്ന കാര്യങ്ങൾ ചെയ്തു എന്നുള്ള നിലയിലല്ല. ഞാനൊന്നും ചെയ്തില്ല, ഞാനൊന്നു മാത്രം ചെയ്തു. പ്രശ്നം വരുമ്പോൾ, പിള്ളേർ സമരത്തിനെന്ന് പറഞ്ഞ് വരുമ്പോൾ, പിള്ളേർ ധർണയെന്നോ ഖരാവോ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ ചെയ്തു. ഞാൻ പിറകിലേക്ക് വലിഞ്ഞു. അവിടെ എൻ്റെ ഒരു പ്രൈവറ്റ് റൂമുണ്ട്. ആ പ്രൈവറ്റ് റൂമിലിരുന്ന് ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്, ഇപ്പോൾ നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. അസൂയാലുക്കളായ അധ്യാപകർ അവരെ ലജ്ജിതരായി. പിള്ളേർ ഒരു പ്രശ്നമില്ലാതെ പിരിഞ്ഞു പോയി.
ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രിൻസിപ്പലായിരുന്ന കാലങ്ങളിൽ ഭാഗ്യവശാൽ ഒരു സമരം ഉണ്ടായില്ല. എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിച്ചുകൊണ്ട് പറയട്ടെ, കർത്താവിന് സ്തോത്രം. ദ ഗോൾഡൻ ഏജ് ഓഫ് സെൻറ്റ് പീറ്റേഴ്സ് എന്ന് മാനേജ്മെൻറ്റ് വിശേഷിപ്പിച്ച കാലങ്ങളായിരുന്നു ഞാൻ പ്രിൻസിപ്പലായിരുന്ന കാലങ്ങൾ. ഞാൻ ഇന്ന് നന്ദിയോടെ ഓർക്കുന്നു. സ്വർഗത്തിലെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. എതിർപ്പുകളുണ്ടായിരുന്നു, കച്ചക്കലുകളുണ്ടായിരുന്നു, കുത്തിത്തിരിപ്പുകളുണ്ടായിരുന്നു, വലിയ പ്രശ്നങ്ങളുണ്ടാക്കി സാറുമാർ ചിലർ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അത്രയ്ക്കൊന്നും അറിഞ്ഞില്ല. അവർ എന്നെ എതിർത്തു എന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഉപദ്രവിക്കാൻ പല പരിപാടികൾ ഇട്ടു എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഞാനിത് പറയുന്നത് ഇപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ ഏതെങ്കിലും സ്ഥാനങ്ങളിലിരിക്കുന്ന ആരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. യൗസേപ്പിന് ശുദ്ധീകരണം കിട്ടി. യൗസേപ്പിന് ശുദ്ധീകരണം കിട്ടി. ദുരിതങ്ങൾ കൂടെ ശുദ്ധീകരണം കിട്ടി. ശുദ്ധീകരണം അനുഭവിച്ചു. നിങ്ങൾക്കും ദുരിതങ്ങൾ കൂടി ശുദ്ധീകരണം അനുഭവിക്കാം. നിങ്ങൾക്കും കർത്താവിനെ അള്ളിപ്പിടിക്കാം. യേശു ക്രിസ്തുവിൻ്റെ പാദത്തിൽ നിങ്ങൾക്ക് വീഴാം. അവിടെ അഭയം പ്രാപിക്കാം. കർത്താവിനോട് മുട്ടിപ്പോയി യാചിക്കാം. ദൈവത്തിന് സ്തോത്രം. ജോലി സ്ഥലത്ത് നിങ്ങളെ അവഗണിക്കുന്നവരുണ്ടായി എന്ന് വരാം. നിങ്ങളെ വിഷമിപ്പിക്കുന്നവരുണ്ടായി എന്ന് വരാം. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ടായി എന്ന് വരാം. സാരമില്ല. നിങ്ങൾ കർത്താവിനെ അള്ളിപ്പിടിച്ചുകൊള്ളൂ. യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊള്ളൂ. യേശു ക്രിസ്തു ജീവിക്കുന്നു. സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ സ്നേഹിക്കുന്നവരായിത്തീരുക മാത്രം മതി. വേറൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ കൈമുതലായിരിക്കട്ടെ. വേറെ നിങ്ങൾക്കൊന്നും വേണ്ട. ആകെയുള്ള സ്വത്ത് യേശുവിനുള്ളതായൊരു സ്നേഹം. ഹല്ലേലൂയ. യേശുവിനുള്ളതായൊരു സ്നേഹം. ആ സ്നേഹം നിങ്ങൾക്ക് വരുന്നുണ്ടോ? യേശുവിനുള്ളതായ സ്നേഹം, നിങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ രക്ഷകനായ യേശുവിനുള്ളതായ സ്നേഹം, നിങ്ങൾക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ രക്ഷകനായ യേശുവിനുള്ളതായ സ്നേഹം, അത് നിങ്ങൾക്ക് വരുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കത് വരുന്നില്ലേ? നിങ്ങൾ വിശ്വസിക്കൂ. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിച്ചു. അത് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സ്നേഹം വരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പാവം യേശു ഏറ്റെടുത്തു. നിങ്ങളിൽ കണ്ട ശിക്ഷ യേശു വഹിച്ചു. അത് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് യേശുവിനോട് സ്നേഹം വരും. യേശുവിനുള്ളതായ സ്നേഹം, വിശ്വാസത്തിൽ നിന്ന് സ്നേഹം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട്, അവരിയ്ക്കുന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾ പറയൂ, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അടിയങ്ങളുടെ മധ്യത്തിൽ തന്നെ അവിടെ നിൽക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുന്ന് രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ ഈ മക്കൾക്കെല്ലാം ഭാഗ്യം നൽകണമേ. ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഭാരപ്പെട്ട് ഞെരുങ്ങിയിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ. കടത്തിൽ മുങ്ങി വലയുന്നവർക്കൊരു പരിഹാരം തരണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, രോഗികളെ സൗഖ്യമാക്കണമേ. ശാപഗ്രസ്തരായവരെ വിടുവിക്കണമേ. ബന്ധനത്തിരിക്കുന്നവർക്ക് മോചനം നൽകണമേ. എല്ലാവരെയും നന്മകളാൽ അലങ്കരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.